ഇത് നമ്മൾ ഇവരെ ആദരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ പോരല്ലോ. നല്ല മനസ്സറിഞ്ഞ് നിങ്ങളെ ഒന്ന് പ്രകടിപ്പിച്ച് കലാസിനെ കണ്ടോ. കൈയടിക്കാൻ ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇത് ഭഗവതിയുടെ അനുഗ്രഹമായിട്ട് എല്ലാവരും സ്വീകരിക്കണം. ഞങ്ങളുടെ നല്ല നിറഞ്ഞ മനസ്സാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. എന്നെ ശ്രീജിത്താണ് ആദ്യം വിളിക്കുന്നത്. കാരണം ശ്രീജിത്തിനെ കൊണ്ട് ഞാനൊരു 3-4 പാട്ട് വയനാട്ടിലൊക്കെ സ്റ്റുഡിയോയിൽ പാടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് ഇരുന്നോളൂ കേട്ടോ, ഇരുന്നോളൂ, നമുക്ക് ഇനി നമ്മൾ ആദരിച്ചല്ലോ, സ്നേഹം കൊണ്ട് നമ്മളിനി പൊന്നാ ഇതിൻ്റെ കാര്യം ഒന്ന് പറയുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 9 ദിവസം കൊണ്ടാണ് ഈ ആട്ടക്കഥ എഴുതിയത്. എൻ്റെ കുടുംബത്തിലോ എൻ്റെ അറിവിലോ ഒന്നും, ഞങ്ങളുടെ രക്തത്തിലൊന്നും ആരും ആട്ടക്കഥ എഴുതിയില്ല. അപ്പോൾ എന്നെ ഭഗവതി ഭരതസ്വാമി, കാരണം ഞാൻ ആദ്യം ഒരു പാട്ട് എഴുതുന്ന ഭരതസ്വാമിയുടെ പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ശ്രീജിത്ത് ആവശ്യപ്പെട്ടു, ഞാൻ എഴുതാമെന്നാണ് പറഞ്ഞു. അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല, ആലോചിക്കട്ടെന്നൊന്നും അല്ല, എഴുതാം. അങ്ങനെ 9-ാം ദിവസം പാട്ട് എഴുതിയിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അങ്ങ് അയച്ചു കൊടുത്തു. അപ്പോൾ അവരെല്ലാവരും കൂടി ആലോചിച്ചു. പ്രത്യേകിച്ച് രാജേഷും അരവിന്ദും ഒക്കെ കൂടി അവരാലോചിച്ചപ്പോൾ വളരെ സന്തോഷം എന്നെ അറിയിച്ചു. അത് പിന്നെ ശ്രീജിത്ത് അത് ട്യൂൺ ചെയ്തു. അവരത് വളരെ മനോഹരമായി അവരുടെ ക്ലബ്ബിൽ അത് ചിട്ടപ്പെടുത്തി. എല്ലാവരും കലാമണ്ഡലത്തിൽ നിന്നും ഫെല്ലോഷിപ്പുകൾ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് പലരും, ചെറിയ ഒരു ആൾക്കാരല്ല. അപ്പോൾ അവരത് ചെയ്തു എന്നുള്ളത് തന്നെയുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ആശാൻ്റെ ഒരു അദൃശ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എഴുതണം എന്ന് വിചാരിച്ചപ്പോൾ പുതിയ കഥ വേണം, പുതിയ കഥാപാത്രം വേണം. അങ്ങനെയാണ് അഗ്നിയെ കേന്ദ്രമാക്കി എഴുതാമെന്ന് വിചാരിച്ചു. എഴുതി പൂർണ്ണമാക്കി കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം ഞാൻ എൻ്റെ സാധാരണ ഏത് കൃതി എഴുതിയാലും അച്ഛനെയാണ് വായിച്ച് കേൾപ്പിക്കാറ്. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനമാണ് എനിക്കിപ്പോൾ ചേട്ടനുള്ളത്. ഞാൻ ചേട്ടനെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ എന്നെ പറഞ്ഞത്, എടാ കുറച്ചുകൂടി അതിനകത്ത് ഒരു കാരുണ്യവും എല്ലാവർക്കും ഒരു ഹൃദയമലിയുന്നതാണ്, നമ്മുടെ ജരിതപക്ഷിയുടെ കഥ കൂടി ചേർക്കണം. അങ്ങനെയാണ് 2ാമത് എഴുതിയത് അതിൽ. അപ്പോൾ 9 ദിവസമായി. അങ്ങനെ 9 ദിവസം കൊണ്ട് വളരെ സന്തോഷപ്രദമായ ഒരു ഇതെഴുതി എന്നുള്ളത് വലിയ ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ എടുക്കുന്നില്ല. അത് അവതരിപ്പിച്ചപ്പോഴാണ് അതിന് ജീവൻ വീണത്. എന്തായാലും അത് കഥ ഇവിടെ അവതരിപ്പിച്ചേ പറ്റൂ എന്ന്. പാഞ്ഞാളിലാണ് അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞത്. പാഞ്ഞാളിൽ അഗ്നിഹോത്രം നടന്ന സമയത്ത് അവിടെ വെച്ചാണ് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട്, അതുകൊണ്ടാണ് അവിടെ വെച്ചത് നടന്നത്. 2ാമത് നമ്മുടെ ഓമനക്കുട്ടൻ, ഞങ്ങളുടെയൊക്കെ ഓമനക്കുട്ടൻ PR രാമൻ നമ്പൂതിരി എന്നോട് ഒറ്റ വാക്കാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നടരാജൻ, എൻ്റെ പ്രിയ സുഹൃത്ത്, ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി നടരാജനും അദ്ദേഹവും പറഞ്ഞു, ബാക്കി കമ്മിറ്റിക്കാരെല്ലാവരും പറഞ്ഞു ആ കഥ ഇവിടെ അവതരിപ്പിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉടൻ തന്നെ രാജേഷ് ജിയെ വിളിച്ചു. അതിനെന്താ നമുക്ക് നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഈ കഥ നമ്മുടെ മുമ്പിൽ അവർ ഈ ആട്ടക്കഥ നല്ല മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഒരു സത്യാവസ്ഥ പറയാം, നമ്മളുടെ അരങ്ങേറ്റത്തിനേക്കാൾ 10 ഇരട്ടി നന്നായിട്ടുണ്ട്. സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരും വന്ന് അഭിനന്ദിക്കുമ്പോഴും അതിൻ്റെയൊക്കെ അഭിനന്ദനം നിങ്ങൾക്കുള്ളതാണ്, എല്ലാവർക്കും. ചെണ്ട, അതുപോലെ തന്നെ മദ്ദളം, ഇതൊക്കെ. അപ്പോൾ അവർ എല്ലാവരുടെയും പേര് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടി പറയാത്തത്. എങ്കിലും ആരെയാണ് ആദ്യം ആദരിക്കേണ്ടത് എന്ന് മാത്രം അറിയില്ല. കാരണം ആരെ ആദരിക്കുക? എല്ലാവരും കൃഷ്ണനും അഗ്നിയും ജരിതപക്ഷിയും അങ്ങനെ. അപ്പോൾ നമുക്ക് ആരെയാണ്? അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ നമ്മുടെ എല്ലാവരുടെയും ജ്യേഷ്ഠ സഹോദരനായ രാമേട്ടനെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്കൊന്ന് വിളിക്കുകയാണ്. ജന്മഭൂമി പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്. പല ഒഫീഷ്യലായിട്ട് പലരും സാറേ എന്നൊക്കെ വിളിക്കും. ഓക്കെ. അദ്ദേഹത്തിൻ്റെ അനുജൻ നാരായണൻ നമ്പൂതിരി എത്തിയിട്ടുണ്ട്. നല്ല ഒന്നാന്തരം കഥകളി സംഗീതജ്ഞനാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്കൊന്ന് വിളിക്കുകയാണ്. എന്നെ ഈ കലാരംഗത്ത് എൻ്റെ ചെറുപ്പം മുതൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് TN രാജൻ.
രാജൻ ചേട്ടനും വന്നിട്ടുണ്ട്. രാജൻ ചേട്ടന് ഈ വേദിയിലേക്കൊന്ന് വരിക. രാജൻ ചേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ അക്ഷരങ്ങൾ കൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ പേനയിലെ മഷികൾ വരച്ച് തീർത്തതൊക്കെ എൻ്റെ ഒരു ആത്മകഥയാണ്. അങ്ങനെയാണ് എന്നെ ലോകമൊന്ന് അറിയപ്പെട്ടത്. അതിൻ്റെ കാരണഭൂതനാണ് രാജൻ ചേട്ടൻ. ഇനി നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാവരും കയറി വരൂ. എല്ലാവരും വരൂ. അപ്പോൾ എൻ്റെ ഒരപേക്ഷയായിട്ട് കണക്കാക്കുക, നമ്മുടെ കഥകളി ആചാര്യൻ വിജിൻ ആശാൻ വരിക. എല്ലാവരും വരൂ. അഗ്നിക്ക് ആദ്യത്തെ ആദരവ് നൽകുകയാണ്. അത് അഗ്നി കേന്ദ്ര കഥാപാത്രമായതുകൊണ്ടും ഇതിൻ്റെ സംവിധായകനായതുകൊണ്ടുമാണ്. എല്ലാവരും അടുത്ത് തന്നെ ഇവിടെ കമന്റ് അഗ്നി എല്ലാവരും കയറി നിൽക്കണം കേട്ടോ. അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ രാജേഷ്. ഈ പരിപാടിയുടെ ജീവാത്മാവും പരമാത്മാവുമാണ്. ഇവരുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്ത്, എൻ്റെ സഹോദരൻ. ഓരോരുത്തരും കൊണ്ട് കൊടുക്കും. അടുത്തത് നമ്മളുടെ ശ്രീജിത്തിനാണ്. പാട്ടുകാരൻ തന്നെ നൽകട്ടെ ശ്രീജിത്തിന്. അടുത്തത് സുധീഷ് ആശാൻ. അടുത്തത് ആണോ? ജരിത പക്ഷി വരൂ. അർജുന. അടുത്തത് അർജുന് ശ്രീ ടി എൻ രാജൻ. നമ്മുടെ ശ്രീകൃഷ്ണൻ. അതെ മേശാന്തി കൊടുക്കട്ടെ. ഇത് കൊടുത്തു. ഇനി നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങൾ വരൂ. പക്ഷിക്കുഞ്ഞ് വരൂ. ചിറകൊക്കെ പോയോ? അത് കൊടുത്തു. വേണ്ട പിന്നെ അത് അങ്ങനെ കൊടുക്കുള്ളൂ. അത് നമ്മുടെ ചെണ്ട മദ്ദളം. അടുത്ത വരൂ. കൊടുത്തു. കൊടുക്ക് കണ്ടോ. നരൻ.